എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ ലോലിപോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ലെഗ് പീസ് നമ്മളിങ്ങനെ നല്ലതുപോലെ മഞ്ഞൾ ഉപ്പും ഒക്കെ ഇട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ഈ കാലിൽ തന്നെ നമ്മൾ അതിൻ്റെ ദശയൊക്കെ നടത്തി എടുത്തിട്ട് വേണം ലോലിപോപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് വേവിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് വേവിപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് അതിന് വേണ്ടി മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പം ചിക്കന് നല്ലതുപോലെ വെന്തിട്ട് വെള്ളം പറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് ഈ എല്ലേന്ന് ഇതുണ്ട്, ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എല്ലേന്ന് ഈ ദശയൊക്കെ മാറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഈ എല്ലയിലോട്ട് തന്നെയാണ് ലോലിപോപ്പ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മസാലയൊക്കെ ഒന്ന് വരട്ടിയെടുക്കാം. നമ്മൾ എല്ലേന്ന് ഇതുപോലെ എല്ലാം നല്ലതുപോലെ ദശ പിടിപ്പിച്ചെടുക്കണം. പിന്നെ ചെറുതായിട്ടൊന്ന് നമുക്ക് കടയിൽ തന്നെ ഇതൊന്ന് ചെറിയ പീസാക്കി ഇങ്ങനെ എടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് നല്ലതുപോലെ ലോലിപോപ്പ് ഈ ബോണിലോട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ചിക്കൻ്റെ പീസൊക്കെ നമ്മൾ ഇതുപോലെ മിക്സിയിലൊന്ന് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കടയിൽ ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില ചോപ്പറിലൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 വലിയ സവോള അതും കൂടിയും ചോപ്പ് ചെയ്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. സവോളയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത്തിരി മസാല ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് ഹോം മെയ്ഡ് ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിട്ട് ഒരു ശകല സമയം നമ്മളൊരു 4-5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത്തിരി ഡ്രൈ ആക്കി എടുക്കണം. ഈ സമയത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം വേവിപ്പിച്ചപ്പം മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചത്. എന്നാലും ഇത്തിരി ഉപ്പും കൂടി ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ പച്ചമുളക് നല്ലതുപോലെ ചേർത്തായിരുന്നു. പിന്നെ കുരുമുളക് പൊടി ഇട്ടു. ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ നമ്മൾ എരിവ് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ പൊട്ടറ്റോ ഒരു 2 വലിയ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെയും കൂട്ടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ബോണയിലോട്ട് ഇത് ഉരുട്ടിയെടുക്കണം. ഇപ്പം ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി പൊട്ടറ്റോ പുഴുങ്ങി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു അര നാരങ്ങയുടെ തന്നെ വേണ്ടായിരിക്കും. ഒരു 1/2 സ്പൂൺ നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് പോർഷന് ഇതുപോലെ എടുത്തിട്ട് നല്ലതുപോലെ ഉരുട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോണയിലോട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. കവർ ചെയ്ത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു നമ്മൾ ആ ലോലിപോപ്പിൻ്റെ ഒരു ഷേപ്പിൽ, ചിക്കൻ ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ തന്നെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ എടുത്താൽ മതിയാവും. ഇനി നമ്മൾ കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവറിലോട്ട് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബാക്കിയൊന്ന് കുടഞ്ഞ് കളഞ്ഞാൽ മതി. നമ്മൾ എണ്ണ ഒന്ന് ചൂടാവാൻ ആദ്യം വെച്ചിട്ടുണ്ട്. ഇതാദ്യം കുറച്ചെണ്ണം നമ്മളൊന്ന് റെഡിയാക്കി എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് വറുത്തെടുക്കാൻ. പിന്നെ നമ്മൾ മുട്ട വെള്ളം നല്ലതുപോലെ എടുത്ത് വെച്ചിരിക്കുന്നത് മുട്ട വെള്ളയിലോട്ടുകൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ടും കവർ ചെയ്തെടുക്കാം.
ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണ ഒന്നിച്ചിടാതിരിക്കുമായിരിക്കും നല്ലത്. നമ്മൾ എണ്ണ ഒന്ന് കുറച്ച് മേളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചിക്കനല്ലേ, പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിലോട്ടാകണം, എങ്കിലേ അകത്തൊരു കുറച്ച് മുരിഞ്ഞ് കിട്ടുള്ളൂ. രണ്ട് സൈഡും നല്ലതുപോലെ മുരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കി പൗണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് നല്ല റെഡി ആയിട്ടുണ്ട്. കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ന്യൂ ഇയറിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.